സ്കൂളിലേക്ക് പോകുമ്പോൾ മിഥുൻ്റെ ബാഗാണ് കാണുന്നത്. രാവിലെ സ്കൂളിലേക്ക് വന്ന കുട്ടിയാണ്. അല്പസമയത്തിനകം തന്നെ അപകടം സംഭവിച്ചു. ദിലീപ് ദേവസ്യ വിവരങ്ങളുമായി. ദിലീപ്, ഇപ്പോൾ മിഥുൻ്റെ ബാഗാണ് കാണുന്നത്. ഇപ്പോൾ ക്ലാസ് മുറിയിൽ നിന്നാണോ ഈ ദൃശ്യം? സ്മൃതി, ഇപ്പോൾ മിഥുൻ പഠിച്ചിരുന്ന ആ ക്ലാസ്സിലാണ്. മിഥുൻ്റെ ഒരു ചുവന്ന ബാഗാണ്. ഈ ബാഗ് ഇവിടെ തുന്നിച്ചേർത്തിട്ടുണ്ട്. കീറിയ ബാഗായിരുന്നു, അത് തുന്നിച്ചേർത്ത നിലയിലാണ്. ഇവിടെ ഈ ബാഗ് മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ഒക്കെ നല്ല പൊതിഞ്ഞ പുസ്തകങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഇങ്ങനെയുള്ള പുസ്തകങ്ങളാണ്. ദ മിഥുൻ എന്ന പേരെഴുതിയ ഇംഗ്ലീഷ് പുസ്തകമാണ്. ഇതിൽ ഈ ബാഗ് മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇവിടുന്ന് മറ്റ് സഹപാഠികൾ പോയി എല്ലാവരും തന്നെ ഇവിടുന്ന് പോകുകയും ചെയ്തു. ഇത്രയും പുസ്തകങ്ങൾ പേറി വന്ന ഒരു കുട്ടി, നമുക്ക് ബാഗ് കൃത്യമായി കാണാം. ഒപ്പം വാട്ടർ ബോട്ടിലുണ്ട്, കുടിക്കാൻ വെള്ളം കൊണ്ടുവന്ന എല്ലാം അടങ്ങിയ ഒരു ബാഗ് ഈ സ്കൂളിൽ മാത്രമാക്കി വെച്ചുകൊണ്ട് ഇപ്പോൾ മിഥുൻ നമ്മൾ വിട്ട് പോയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ബാഗ് വെച്ചതിന് ശേഷം പുറത്തു പോയി കളിക്കുക ആയിരുന്നു. സഹപാഠികൾക്കൊപ്പം കളിക്കുന്നതിനിടയിൽ മറ്റൊരു സഹപാഠിയുടെ ചെരുപ്പ് ഇതിന് മുകളിലേക്ക് പോകുകയും, നമുക്ക് മിഥുൻ്റെ ക്ലാസ്സാണ് കാണുന്നത്. 8B മിഥുൻ പഠിക്കുന്നത്. സ്മൃതിക്ക് ഒന്ന് കാണാവുന്നതാണ്. നോക്കുക, ആ ചുമരിൽ ആ പലക അടിച്ചതാണ്. ആ ഭാഗത്ത് പലക ഇല്ലാത്ത നിൽക്കുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ ഉള്ള ഈ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് അതായത് ആ ഷീറ്റിന് മുകളിലേക്ക് പോയതാണ് ഈ അപകടത്തിന് കാരണമായി എന്നാണ് നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ അടക്കം കാണുന്നത്. ഈ ഭാഗത്തു കൂടിയാണ് മിഥുൻ അകത്തേക്ക് കയറിയെന്ന് പറയുന്നത്. പക്ഷേ തൊട്ടപ്പുറത്ത് 9Aയിൽ നിന്ന് ആ ചുമരിൽ എളുപ്പത്തിൽ കയറാൻ പറ്റുന്ന തരത്തിൽ ഉയരത്തിൽ അവനൊരു സ്റ്റേജുണ്ട്. ആ സ്റ്റേജിൻ്റെ ഭാഗത്തു നിന്നാണ് മിഥുൻ അങ്ങോട്ട് കയറിയതും ഒപ്പം ഈ ചെരുപ്പ് എടുക്കുന്നതിനായിട്ട് നീങ്ങുകയും ചെയ്തത്. അങ്ങനെയാണ് ഷോക്ക് ഏൽക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. സഹപാഠികൾക്കൊപ്പം കളിച്ചുകൊണ്ട് ഇന്ന് രാവിലെ സന്തോഷത്തോടു കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കൂട്ടുകാർക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് ഒരു കൂട്ടുകാരൻ്റെ ചെരുപ്പ് മുകളിൽ പോയതാണ് ഈ അപകടത്തിന് കാരണമായി വന്നത്. അത് എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. നമുക്ക് സ്മൃതി, ആ ദൃശ്യങ്ങളിൽ കാണാവുന്നത് ആർക്ക് പോലും കണ്ടാൽ മനസ്സിലാവുന്ന തരത്തിൽ താഴ്ന്നു കിടക്കുന്ന ഒരു വൈദ്യുതി ലൈൻ. അത് ഊഞ്ഞാല് പോലെ ആടുന്നു എന്ന് നമ്മളൊക്കെ പറയുമ്പോഴും അതിന് എത്രത്തോളം താഴ്ച ആ ഷീറ്റുമായിട്ട് എത്ര ഉയർച്ചയിൽ നിൽക്കുന്നു എന്നുള്ളത്. അതായത് ഒരു കുട്ടിയുടെ മുട്ടിനൊപ്പം വലിപ്പം വ്യത്യാസം മാത്രമേ ഉള്ളൂ ആ ഷീറ്റും ആ വൈദ്യുതി കമ്പിയും തമ്മിൽ. അതെങ്ങനെ വേണമെങ്കിലും ആ താഴേക്ക് തട്ട, ഏത് സാഹചര്യത്തിലും തട്ട. എങ്ങനെ ഇവർ ന്യായീകരിച്ച് പറയുമ്പോൾ പോലും ഈ ഇരുമ്പ് ഷീറ്റ് പാകിയ ഈ ഷെഡ് ഉണ്ടാക്കാൻ അനുമതി വേണ്ടെങ്കിൽ പോലും ഇത് ഉണ്ടാക്കുമ്പോൾ പോലും എത്രത്തോളം റിസ്ക് എടുത്തിട്ടായിരിക്കും ഉണ്ടാക്കിയതെന്ന് നമുക്ക് നോക്കാം. ഏകദേശം 100 മീറ്ററോളം നീളത്തിലാണ് ഈ ഷെഡ് ഇവിടെ പണിതിരിക്കുന്നത്. ഈ ഷെഡ് പണിയുന്ന സാഹചര്യത്തിൽ പോലും അത് തൊഴിലാളികൾക്ക് പോലും അന്ന് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ടാണ് ഇവിടെ പറയുന്നത് ഒരു അപകടം പോലും ഉണ്ടായില്ല, കുട്ടി അങ്ങോട്ട് കയറിയതാണ്, കയറാൻ പാടില്ലായിരുന്നു, കുട്ടി കയറിയതാണ് അപകടത്തിന് കാരണമെന്ന്. പക്ഷേ ഇതൊരു സ്കൂളാണ്, നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ്. കുട്ടികൾ കയറുമെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു ചോദ്യമായി വരുന്നത്. KSEBയിൽ വാക്കാൽ മാത്രമാണ് സ്കൂൾ അധികൃതർ പറയുകയും ചെയ്തത്. HM അടക്കം അഡ്മിനിസ്ട്രേറ്റേഴ്സ് അടക്കം പറയുന്നത് ഞങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് കൈയൊഴിയുമ്പോൾ ഇതിന് കൃത്യമായ മറുപടി ഇവർ പറഞ്ഞേ തീരൂ, എന്തുകൊണ്ട് ഇത് അറിയിച്ചിട്ടില്ല. പക്ഷേ ഇനി സ്കൂളിന് ഫിറ്റ്നസ് നൽകിയ ഒരുപാട് വിഭാഗങ്ങൾക്ക് പറ്റിയ വീഴ്ചകളാണ് എടുത്തു പറയുന്നത്. ഈ ഫിറ്റ്നസ് നൽകുമ്പോൾ ഈ ലൈൻ കമ്പി അവിടെ കണ്ടിട്ടില്ലേ, ഈ ലൈൻ കമ്പിക്ക് വീഴ്ച സംഭവിക്കുന്നില്ലേ? കാരണം ഈ സ്കൂൾ തുറക്കുന്നതിൻ്റെ 4-5 ദിവസം മുൻപ് ജൂൺ 2-ാം തീയതി കുണ്ട്രയിൽ വെച്ച് ഒരു ലൈൻ കമ്പി പൊട്ടി വീണ് ഒരാൾ ഷോക്കേറ്റ് മരിച്ച സാഹചര്യമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ഇത് വലിയ വാർത്തയായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെ ജോയിൻ്റ് ചെയ്ത കെട്ടിയ ലൈൻ കമ്പികൾ നീളത്തിൽ കെട്ടിയിരിക്കുമ്പോൾ അത് പൊട്ടി വീഴാൻ സാധ്യതയില്ലേ, കുട്ടികൾ കയറാൻ സാധ്യതയില്ലേ? ഇതിനെല്ലാം തന്നെ മറുപടി ഇവർ പറയേണ്ടതുണ്ട്. പക്ഷേ എല്ലാം തന്നെ പറഞ്ഞത് ഇത് കയറാൻ പാടില്ലാത്ത സ്ഥലമാണെന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ഇപ്പോൾ ഈ ആളുകൾ ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ ഈ സ്ഥലത്ത് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി ആളുകളെ ഇങ്ങോട്ട് കയറ്റാത്ത തരത്തിൽ പോലീസ് കൃത്യമായി നിയന്ത്രിച്ചിട്ടുണ്ട്. ഇപ്പോൾ പോലും സ്മൃതിക്ക് മനസ്സിലാക്കുന്നത് ഈ സ്കൂളിൻ്റെ ഒരു ഫിറ്റ്നസ് നൽകുമ്പോൾ കെട്ടിടത്തിന് പാലിക്കേണ്ടത്. നോക്കൂ, ചിതലരിച്ച പലക കൊണ്ട് മറച്ച സ്കൂളാണ്, സ്മാർട്ട് സ്കൂളാണ് നമ്മുടെ സംസ്ഥാനത്ത് മിക്കതും എന്നെല്ലാം പറയുമ്പോഴും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നത് ചിതലരിച്ച പലക കൊണ്ട് മറച്ച സ്ഥലങ്ങളാണ്. ആൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അങ്ങനെ കുട്ടികൾ ഏത് വഴിക്ക് വേണമെങ്കിലും കയറാവുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ
ഈ സാഹചര്യത്തിൽ എന്ത് സുരക്ഷയാണ് ഒരുക്കിയതെന്ന് പറയുമ്പോൾ പോലും ആർക്കും കൈമലർത്തി കാണിക്കാവുന്നതാണ്. പിന്നെ എങ്ങനെയാണ് ഇവിടെ ഈ ഫിറ്റ്നസ് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി പറയേണ്ടതാണ്. അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഇനിയിപ്പോൾ അന്വേഷണമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പോൾ പോലും ചേട്ടാ ഇവിടെയുള്ള അല്ല ഇപ്പോൾ ഞാൻ ജനപ്രതിയാണ്. കണ്ടില്ലേ ഒരു വളരെ ദുരന്തമാണ് സംഭവിച്ചത്. ഒരു അനാസ്ഥയാണ്, സ്കൂളിൻ്റെ അനാസ്ഥ തന്നെയാണ്. ഈ ലൈൻ കമ്പി പോകുന്ന വിവരം സ്ട്രീറ്റ് ബിൽഡിങ്ങിൻ്റെ മേളിൽ കിടക്കുകയാണ് ലൈൻ. അത് നേരത്തെ മാറ്റാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ കേബിളെങ്കിലും കൊടുക്കാൻ പറ്റുമായിരുന്നു. അതുപോലെ അവർ ചെയ്തില്ല. ഇത് ഒരു കൊലപാതകം തന്നെയാണെന്ന് പറയാം. സ്മൃതി ഇങ്ങനെയാണ് പറയുന്നത്. സ്കൂളിൽ ഒരു പഴകിയ കെട്ടിടമാണ്. സ്കൂളിന്റെ ദുരവസ്ഥ കൂടിയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെ ദിലീപ് കാണിച്ചു തന്നത്. മിഥുന്റെ ബാഗ്, രാവിലെ സ്കൂളിലേക്ക് വന്ന ബാഗ്, ആ ബാഗ് പഴയ ബാഗാണ്, അത് തുന്നിക്കൂട്ടിയ ബാഗ്